സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിനെ രൂക്ഷമായി വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയ പ്രസംഗത്തിന്റെ രേഖകൾ പുറത്ത്. കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ശേഷം 1995 ജനുവരി 30 നിയമസഭയിൽ നടന്ന ചർച്ചയിൽ പിണറായി വിജയൻ റവാഡയെ രൂക്ഷമായി വിമർശിച്ചതിന്റെ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ശേഷം നിയമസഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ അവതരണ ചർച്ചയിലെ പ്രസംഗമാണ് പുറത്തുവന്നത്. ഈ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയതിനെതിരെ പാർട്ടിക്കുള്ളിലും പ്രത്യേകിച്ച് കണ്ണൂർ ഘടകത്തിലും എതിർസ്വരങ്ങൾ ഉണ്ടായിരുന്നു. കൂത്തുപറമ്പിലേത് വെടിവെപ്പ് പരിശീലനമാണെന്ന് റവാഡ പറഞ്ഞുവെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. റവാഡയ്ക്കെതിരെ കൊലക്കേസെടുക്കണം എന്നായിരുന്നു അന്ന് പിണറായി വിജയൻ സഭയിൽ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ കരിങ്കൊടി കാണിച്ച് പുറത്തേക്ക് പോകുമെന്നും വെടിവയ്ക്കരുതെന്നും അന്നത്തെ ഡിവൈഎഫ്ഐ ചുമതലയുണ്ടായിരുന്ന MV ജയരാജൻ പറഞ്ഞിരുന്നുവെന്നും ആ സമയത്ത് ഞങ്ങൾക്ക് ഇതൊരു പരിശീലനമാണെന്ന് റവാഡ ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു എന്നാണ് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിരുന്നത്. റവാഡ ചന്ദ്രശേഖറിന്റെ പേരെടുത്തു പറയാതെ ASP എന്ന് മാത്രമായിരുന്നു മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് എന്നും രേഖകളിൽ വ്യക്തം. ചെറുപ്പക്കാരുടെ ദേഹത്ത് വെടിവെക്കുന്നത് പരിശീലനമായി കാണുന്ന ASP ആണ് റവാഡ എന്നും പിണറായി വിജയൻ പറഞ്ഞിരുന്നു. റവാഡ ചന്ദ്രശേഖരൻ സമരക്കാരെ അടിച്ചും എറിഞ്ഞും ഒതുക്കിക്കൊണ്ടിരുന്നു എന്ന പത്രവാർത്ത പിണറായി നിയമസഭയിൽ ഉദ്ധരിച്ചു. റവാഡയെ സസ്പെൻഡ് ചെയ്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. പിണറായി വിജയന്റെ പ്രസംഗം നിയമസഭാ രേഖകളിലുള്ളത് പകർപ്പ് പുറത്തുവന്നു. നിയമസഭയിൽ ചർച്ച നടന്നത് 1995 ജനുവരി 30 CPMലെ കൂത്തുപറമ്പ് വികാരം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ പ്രസംഗത്തിന്റെ പകർപ്പ് പുറത്തുവിട്ടതെന്ന വാദവും സജീവമാണ്. ആ വിവാദ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കേരളത്തിൽ തന്നെ ഒട്ടേറെ വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ നിർണായകമായ പല കേസുകളും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്. 1991 കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേന്ദ്ര ഇന്റലിജൻസ് സ്പെഷ്യൽ ഡയറക്ടർ ചുമതല ഉൾപ്പെടെ വഹിച്ചിട്ടുണ്ട്. ഷേഖ് ദർവേഷ് സാഹിബിന്റെ പിൻഗാമിയായിട്ടാണ് റവാഡ പോലീസ് മേധാവിയായത്. കേരള ചരിത്രത്തിലെ മറയ്ക്കാനാവാത്ത മുറിപ്പാടാണ് 1994 നവംബർ 25 കൂത്തുപറമ്പ് വെടിവെപ്പ്. 5 ഡിവൈഎഫ്ഐക്കാർ കൊല്ലപ്പെടുകയും പുഷ്പൻ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആ സംഭവം CPMന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും പൊള്ളുന്ന ഓർമ്മയാണ്. അതിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിരുന്നു അടുത്ത കാലത്ത് മരിച്ച പുഷ്പൻ. 3 പതിറ്റാണ്ടു നീണ്ട കിടപ്പു ജീവിതത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 28 അദ്ദേഹം വിടവാങ്ങി. വെടിയേറ്റ് കഴുത്തിന് താഴെ തളർന്ന ശരീരവുമായി 30 കൊല്ലം ജീവിച്ച അദ്ദേഹം തോക്കിനെ തോൽപ്പിച്ച പോരാളിയായാണ് വിലയിരുത്തപ്പെടുന്നത്. റവാഡ ചന്ദ്രശേഖർ തലശ്ശേരി ASP ആയിരിക്കെയാണ് കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായത്. സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രി MV രാഘവനെ കരിങ്കൊടി കാണിക്കാൻ കൂത്തുപറമ്പിലെത്തിയതായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ. കൂത്തുപറമ്പിൽ അർബൻ സഹകരണ ബാങ്ക് സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു രാഘവൻ. ഇരമ്പിയെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തിവീശി. തുടർന്ന് കല്ലേറും സംഘർഷവുമുണ്ടായി. കണ്ണീർ വാതക ഷെല്ലുകൾ അടക്കം പ്രയോഗിച്ചിട്ടും പ്രതിഷേധം നിലയ്ക്കാതായതോടെ പോലീസ് നിറയൊഴിച്ചു. അന്ന് അവിടെ പോലീസിന്റെ നേതൃത്വം റവാഡയ്ക്കായിരുന്നു. 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ASP ആയി നിയമിതനായി പിറ്റേന്നു തന്നെയായിരുന്നു ഇത്. ഇതോടെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം കയ്പു നിറഞ്ഞതായി. കേസിൽ റവാഡയെയും പ്രതി ചേർത്ത് കൊലക്കുറ്റം ചുമത്തി. പിന്നീട് 2012 ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു.